പിന്നെയും തറവാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് അവിടെ വലിയ അടുപ്പിൽ ഒന്നും വെക്കാൻ പറ്റില്ല. വലിയ അടുപ്പിൽ വെക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. സാമ്പാറാണ് കേട്ടോ. എന്താ അപ്പോൾ നമ്മളിന്ന് പറഞ്ഞല്ലോ കാണിപ്പാട്ടും ഉണ്ട്. അപ്പോൾ അവർക്ക് അന്നദാനം ഭക്ഷണം നമുക്ക് വേണമല്ലോ ഭക്ഷണം. അമ്മ അതങ്ങനെ ആക്കണ്ട, പരിപ്പ് കണ്ടയില്ലേ. അപ്പോൾ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ മേമയുടെ മരുവോളുണ്ട് കേട്ടോ. അവൾ നാണം വന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞില്ലേ. മേമയുണ്ട്, മേമയുടെ മരുവോളുണ്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങയൊക്കെ വറുത്ത് വെച്ചു. നമുക്ക് വേഗം പരിപ്പ് വെന്ത് വേഗം കഷ്ണമൊക്കെ വെച്ച് സാമ്പാറും അവിയൽ, ഓലൻ, ഉപ്പേരി, അച്ചാർ, പുളിയിഞ്ചി, പായസമല്ല കേട്ടോ. പായസം എന്തല്ലേ അത് കേക്കിയത്? സുകന്യേ അത് ഉണ്ണിയപ്പം ഉണ്ടാക്കണം, പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി പായസം ഉണ്ടാക്കുമ്പോൾ സമയം വൈകില്ലേന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അത് കാരണം പിന്നെ പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വെച്ചാലില്ലേ, എന്താണ് പറ, പായസം എന്താണ് അരിപ്പായസം ഉണ്ടാക്കാൻ പറഞ്ഞു. സാധനങ്ങൾ വേണം. സാധനങ്ങൾ വാങ്ങിയില്ല അല്ലേ. ആ അപ്പോൾ നമ്മുടെ ഉള്ളിയും വെണ്ടയ്ക്കൊക്കെ വെന്തു. ഇനി ഏട്ടനൊക്കെ ഇന്ന് ഏട്ടൻ്റെ കെട്ടുന്നറിയാണ് കേട്ടൊന്ന്. ഏട്ടൻ്റെ കിച്ചുവിൻ്റെ എല്ലാവരെയും കെട്ടുന്നറിയാണ്. കഴിഞ്ഞ അമ്മൂനെ കാണല്ലോ. അമ്മ എഴുതിയ പോയി. എന്ത് മൊത്തം? അയ്യോ പൊന്നൂസൊക്കെ എടുത്തി. പൊന്നെന്താ ചെയ്ത്? ഏതാ അത് ഇന്നലെ ബാക്കിയുള്ളത് കെടുത്തിട്ടാണ്. ഇന്നേക്ക് ബാക്കിയുള്ളത് ശേഷിക്കണതും കൂടി കെടുത്തില്ലേ പൊന്ന? എന്താ നീ ഇങ്ങനെ പൊന്നു? അയ്യേ കഷ്ട പൊന്നോ ട്ടോ, ഭയങ്കര കഷ്ടായി. അമ്പലപ്പണി വാഴയൊക്കെ റെഡി ആയിട്ടുണ്ട്. പൊന്നു 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 എന്താ ഇങ്ങനെ കെടുത്തി? എന്തൊരു കഷ്ടം, അത്ര ചന്തല്ലാണ് മുത്തേ. കുട്ടി എന്തിനത് കേടെടുത്തി? ഇനി എപ്പോഴാ അതുണ്ടാവും? നോക്കി നോക്ക്. അയ്യേ നാണക്കട് കേട്ടാ, നാണക്കടാണേ. തുളസി ഇട്ട് കിട്ടിയിട്ടില്ല. ഉണ്ടോ? ആ അത് മതി. അമ്മു തുളസിപ്പൂ റെഡി ആയിക്കോ. ഇതാ ഇരിക്കണ ഇവിടെ. ബാ പൊന്നു അവിടെ ഉണ്ടാവില്ലേ? ആ പൊന്നു ചായ വെക്കാ സുനി? കത്തി എടുപ്പോയി. ഇവിടെ എല്ലാ കത്തിയും ഇവിടെ ഇരുന്നാണല്ലോ. കിട്ടിയ? ആ ശരി ശരി. ഇതെന്താ എങ്ങനെ വെച്ച് പോയിരുന്നെ? ചൂടാറാൻ വെച്ചതാ? പിന്നെ ഇതെന്താ ഇവിടെ വെച്ചിട്ട്? തേങ്ങ വറുത്തത്? ആ ശരി ശരി. ആ ഹാ സ്പീക്കറും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം മൈക്കൊക്കെ ഓഫാക്കി വെച്ചാൽ, പാട്ടൊക്കെ ഓഫാക്കി വെച്ചാണ് കേട്ടോ. അമ്പളാ അത് എവിടുന്ന് മുന്തിരി കിട്ടി? ഇത് മുന്തിരി ആരോടെ മുന്തിരി വെച്ച്? ചേച്ചിയോ? അമ്മ ചേച്ചി വെച്ചാണോ? ആ എന്നാ കുട്ടി തിന്നോ കേട്ടോ. തിന്നു.
ആ ഉണ്ടാക്കി വേണ്ട, എനിക്ക് വേണ്ട അല്ലേ? ഓ മതിയാവുണ്ടാവും ശരി. കൊണ്ട് നേരെ കിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ. അല്ല എത്ര വേണ്ടി വരുന്നൊക്കെ അറിയില്ല. ഓർമ്മ ഇതിപ്പോൾ പോരേന്ന് ചോദിച്ചു ഇന്നത്തെ ചോദിച്ചിട്ടൊക്കെ അറിയില്ലേ? ആ പൂ വേണ്ടവരെ എത്ര വേണ്ടതെന്നൊക്കെ അറിയില്ല. ബാക്കി പണിയൊക്കെ ചെയ്തിട്ട് വരണ്ടേ? ഈ അടുപ്പ് കണ്ടിട്ട് കുറേ ദിവസമായി. അടുപ്പ് കണ്ടിട്ട് കുറേ ദിവസമായി. അതേപോലെ കുറേ പേര് പറഞ്ഞിരുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ ആളെ വിളിച്ചുകൂടെയത്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വേറൊരാളെ വിളിക്കുന്നത്? ഞാൻ 50 പേർക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കട്ടെ, എനിക്കൊരു പേടിയില്ല. അതിൽ കൂടുതലാകുമ്പോഴാണ് എനിക്ക് പേടി, അളവ് തെറ്റുമോ എന്നുള്ളൊരു പേടി വരുള്ളൂ. അല്ലെങ്കിലൊക്കെ ഞാൻ തന്നെയാണ് ഇവിടെ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാറില്ല ചേട്ടാ. 75 പേർക്ക് വരെ ഉണ്ടാക്കിയില്ലേ അന്ന്. പക്ഷേ മോരുകറി ഉണ്ടാക്കി, ചിക്കനും ഉണ്ടാക്കി, അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ വയ്ക്കും കേട്ടോ. മോരുകറി ഉണ്ടാക്കിയില്ല, മോരുകറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കി അവർക്കുള്ളത്. അത്ര ഗ്രാൻഡ് പരിപാടിയൊന്നുമല്ലേ ഇത്? അങ്ങനെയല്ല, നമ്മുടെ കുടുംബങ്ങളും പിന്നെ നമ്മുടെ അയൽവാസികളും മാത്രമേ ഉള്ള ഒരു ചെറിയൊരു പരിപാടി കേട്ടോ. അയൽവക്കത്തൊരു 8-10 വീട് കൂടി ഉണ്ടാവില്ല, വീട് അയൽവക്കം. ആ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം കറിയും പിന്നെ 10 കിലോ അരിയുടെ ചോറും പിന്നെ അവിയൽ വെച്ച് പറഞ്ഞില്ലേ. ഇനി ഓല ഉണ്ടാക്കണം. പിന്നെ ഓല ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുട്ടക്രോസ് ഉപ്പേരി ഉണ്ടാക്കണം. പപ്പടം പിന്നെ അപ്പം കാച്ചിയാൽ മതിയല്ലോ. 5 മണിയാകുമ്പോഴേക്കും പിടുത്തം വിടണം അല്ലേ അമ്മ? ഇതവിടെ കൊണ്ടേക്കേ വിളക്ക്. വിളക്ക് 4 3 4 4 ഒന്ന് പുതിയത് അവിടെ ഉണ്ടിരിക്കണു. അത് ഇതിൻ്റെ ചെറുതാണ്. സേതുസ്വാമിയുടെ അടുത്തില്ലേ, കുറച്ച് വലുതെടുക്കുക. സത്യം പറയച്ചല്ലേ, ഇന്ന് രാവിലെ 4 മണിക്ക് തുടങ്ങിയ ഓട്ടാണ്. 4 മണിക്ക് തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് മുടിയൊക്കെ കണ്ടോ ഇരിക്കുന്നത്? ഇപ്പോഴാണ് കുറച്ച് നേരത്തെ കേട്ടോ തലമുടിയത്തെ കെട്ടയച്ചേക്കണത്. അങ്ങനെ ഇന്ന് രാവിലെ പുട്ടും കടല, അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയ്ക്കുള്ളത് വേറെ ഉണ്ടാക്കി. അച്ചാറ് പുളിയഞ്ചി ഉണ്ടാക്കി വെച്ചു. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അപ്പം ഉണ്ടാക്കണം. അപ്പം ഓലൊക്കെ വേഗം താവറിമിക്കാവില്ലേ? അപ്പൊക്കെ ആദ്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ചോറ് 8 മണിയാകുമ്പോഴേക്ക് വേണ്ടു. അപ്പം അതിനവിടെ മാല പൂവ് അവര് ശരിയാക്കല്ലേ. അപ്പത്തിനൊക്കെ മാവ് ഇതാക്കി 2 ആവി ഉണ്ടാക്കിയാൽ മതി. ഓ അതൊക്കെ ചെയ്തു. അപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ എപ്പോഴോ ആക്കി വെച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി അവിടെ നിന്ന് അടിച്ചോരി തുടക്കണം, ഇവിടെ അടിച്ചോരി തുടക്കണം. എല്ലാവരും വരുമ്പോഴേക്കും നമ്മുടെ ഇവിടെ സൗണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചു കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ? സൗണ്ട് ബോക്സ് വെച്ച് ട്യൂബ് ലൈറ്റ് വെച്ചു. വേറെ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ ട്യൂബ് ലൈറ്റ് വെച്ചോ? നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടെ ഫംഗ്ഷൻ വെച്ചവർ കൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കാന്നാണ് കേട്ടോ ആദ്യം ഏട്ടൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി അടുത്ത കൊല്ലമൊക്കെ ചെയ്യുമ്പോൾ കാണിപ്പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കാണിപ്പാട്ട് വയ്ക്കുമ്പോൾ നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ അതിനൊരു സ്വാദ് ഉണ്ടാവില്ലേ അല്ലേ? മറ്റേത് നമുക്ക് ഇപ്പോഴൊന്നും ഒരു പണി ഉണ്ടാവില്ല. സുഖമായി 6 മണി വരെയുള്ള തിരക്ക്. 6 മണി കഴിഞ്ഞ് പിന്നെ തിരക്കും പാടില്ല കേട്ടോ. അത് 6 മണി പറ്റില്ലേ? അപ്പോഴേക്കൊക്കെ കഴിയും. ഇപ്പം 3 മണി ആയിട്ടേ ഉള്ളൂ. 6 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും കഴിച്ചിട്ട് ഞാൻ ഫ്രീ ആകും കേട്ടോ. അപ്പോഴേ നമ്മൾ ഇതിൻ്റെ ചെറിയ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ നമ്മുടെ കാണിപ്പാട്ടും. ആദ്യ പരിപാടിയാണ്. കാരണം നമ്മുടെ അച്ഛൻ കാണിപ്പാട്ടിന് പോയിട്ട് നമുക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്ന് അറിയോ? കൊണ്ടുവന്ന് തരും. അച്ഛന് കാണിപ്പാട്ടിന് പോയി കലാകാരനായിരുന്നു. ഈ പാട്ടും പിന്നെന്താ പരിപാടികളുടെ ഒരു ഭാഗമായിരുന്നു അച്ഛൻ. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇതെന്താ പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, നടക്കാതെ പോയ ആഗ്രഹങ്ങളിലേ. അവർ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം അത് നടന്നില്ല. മക്കളായിട്ടെങ്കിലും അങ്ങനെ ചെയ്തതാവുമ്പോൾ അതന്നെ ആവണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കെട്ടുന്നറി അങ്ങനെ വെക്കണം എന്നുള്ളത്. അപ്പോൾ അത് ദൈവം നമ്മളെ സഹായിച്ചു. ഇനി തിരിച്ചിലുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമല്ലേ? ഇന്ന് ഏട്ടൻ്റെയൊക്കെ കെട്ടുന്നറിയും കാര്യങ്ങളൊക്കെ ഇന്നാവും. എന്നിട്ട് പിന്നെ നാളെ രാവിലെ ഇവർ
കെട്ട് നിറച്ചിട്ട് നേരത്തെ പോവുകയാണ് കേട്ടോ ചെയ്യണത്. കെട്ടുനിറന്നാണെങ്കിൽ കെട്ടുനിറയില്ല, നാളെ നേരത്തെ പോവാ. അപ്പൊ നാളെ നമ്മള് നാളെ അവിടെ രണ്ടുപേര് അമ്പലത്തിൽ വെച്ച് രണ്ടുപേര് കെട്ട് നിറക്കേണ്ട. അപ്പൊ കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 9 മണി 10 മണിക്ക് മുന്നേയായിട്ട് നമ്മൾ യാത്ര തുടങ്ങും. പിന്നെ അത് മാത്രമല്ല പറയേണ്ട ഒരു കാര്യം എന്തെന്നറിയോ, നമുക്കിപ്പോൾ ഇത് ചെയ്യുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. പക്ഷെ ഒന്നും കൂടിയും അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു പൊരിച്ചിലുണ്ടാവില്ല അമ്മ. അത് ചെയ്യണ്ടേ 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 എന്നുള്ള ആ ഒരു പൊരിച്ചിലുണ്ടാവില്ലേ, അത് നമുക്ക് എന്തായാലും ഓരോരുത്തർ പോകുമ്പോഴേ ഓരോരുത്തരുടെ വില അറിയുള്ളൂ. അത് ഉള്ള സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ എന്തെങ്കിലും ചീത്ത അറിയുമ്പോൾ എന്താ അത് പറയണമെന്ന്. പക്ഷെ ഇല്ലാതെ ആയി കഴിഞ്ഞു വെച്ചാലേ അത് ഭയങ്കര ഒരു കുറവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പെങ്ങളും കുട്ടികളൊക്കെ വൈകുന്നേരത്തെ വരുള്ളൂ, ക്ലാസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. അനിയൻ്റെ അവരൊക്കെ വൈകുന്നേരത്തെ വരുള്ളൂ. അവരൊക്കെ വരുമ്പോഴേക്കും എൻ്റെ പണിയൊക്കെ ഒരുക്കി വെക്കണം പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ പണി ഒരുക്കി വെക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കൽ അമ്മ നോക്കില്ലേ, അമ്മ പത്തിരി ഉണ്ടാക്കാൻ, ഇത് കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കുക. മേമയും അമ്മയും പോകുന്നുള്ളതാണ്. അവർ ഓരോരോ പണികൾ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. സാമ്പാറിനല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ഒരു കറിയാണ് നല്ലത് വേണ്ടുള്ളൂ അല്ലേ അമ്മ. ഒരു കറി, ആ സാമ്പാർ നന്നായി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നാവും അല്ലേ ഏട്ടാ. അത് മതി. അപ്പോൾ ഒറ്റ കറി. ഇനി രസം വെക്കണം കേട്ടോ. രസം എന്താ അത് പിന്നെ വീഡിയോ നീട്ടണ്ട. ഞാൻ ഏട്ടൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ വിശേഷങ്ങൾ കാണിച്ചിട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സമയമില്ല, ഓട്ടാണ് എന്താ. അപ്പോൾ ഇതാ അമ്മ വന്നത് കൊണ്ട് പിന്നെ അമ്മയും മേമയും ഉണ്ടായിരുന്നു. മേമ അവിയലിന് കഷ്ണം നുറുക്കി തന്നു. ഞാൻ തന്നെ കേട്ടോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യണത് ഞാൻ തന്നെയാണ്, പക്ഷേ കഷ്ണമൊക്കെ നുറുക്കി തന്നു, അതന്നെ വലിയ കാര്യം എല്ലാവരും. അപ്പം ഇനി നമ്മുടെ പുളിയും കൂടിയും പിഴിഞ്ഞ് തേങ്ങ അരച്ച് പാർന്ന് നമ്മുടെ സാമ്പാർക്ക് ഈ ചെമ്പ് കാണുമ്പോഴേ എന്താ ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെ ഇത് മത്സരത്തിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെമ്പാണേ. അപ്പോൾ എന്താ ഇതിലായിരുന്നു ചോറ് വെച്ചിരുന്നു. നിലവിളക്ക് കൊളുത്തി വെച്ചോ ഗുരുസ്വാമി ഇല്ലല്ലോ. അത് അവര് വന്നിട്ട് ചെയ്യട്ടെ, നമ്മളത് എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. സ്വാമി വിളക്കില്ലേ, അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല. ഉണ്ടോ സ്വാമി വന്നിട്ട് കത്തിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കത്തിക്കാതിരിക്കണ്ടേ. അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. ശരിക്കില്ല ഇങ്ങനെ പുറത്തൊരടുപ്പ് വേണം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ആവണ സമയത്തില്ലേ പുറത്തടുപ്പിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അമ്മ. നമ്മുടെ അതേപോലെ ഉള്ളിൽ ചോറ് വയ്ക്കണ ചെമ്പിൽ വലിയ അടുപ്പില്ലേ, ആ അടുപ്പിൽ നമുക്ക് ഈ കറി വെക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ആലുവ അടുപ്പിൽ പറ്റില്ല കേട്ടോ. ബാക്കിയൊക്കെ അടിപൊളിയാണ് കത്തിക്കാൻ. ഇത്ര വലിയ ചെമ്പുകളും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഇതിൻ്റെ നോക്കി അത് മാത്രമല്ല ഒരു കൊള്ളി കണ്ടോ, ഇങ്ങനെ ഒരു കൊള്ളി അങ്ങോട്ട് വെച്ച് തിരികിയാൽ മതിയില്ലേ. അപ്പോൾ എന്തായാലും നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താ നല്ല ദർശനമൊക്കെ കിട്ടട്ടെ അല്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏട്ടനും എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. അപ്പോൾ പറ്റിയ ഇന്ന് നമ്മുടെ കാണിപ്പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ എന്തായാലും കാണിക്കാൻ പറ്റുന്ന അത്ര കാണിക്കില്ലേ. അപ്പോൾ എന്നാൽ ശരി കേട്ടോ. ശരി.